കണ്ണൂർ ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹം തിരുവനന്തപുരം നേമത്തെ വീട്ടിലെത്തിച്ചു. സംസ്കാരം അല്പസമയത്തിനകം നടത്തും. രാജേഷിന് അന്ത്യയാത്ര നൽകാൻ നിരവധി പേരാണ് വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. പ്രളയം, വയനാട് ദുരന്തം, അതേപോലെ ഇവിടെ എന്ത് പ്രശ്നമുണ്ടെന്ന് പറയുകയാണെങ്കിൽ പുള്ളി അവർ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ അപകടം പിടിച്ച പണിയല്ലേ, മതിയാകും എന്ന് പറഞ്ഞാലും ഇല്ല അളിയ ഒരിക്കൽ എന്നെ എല്ലാവരും അംഗീകരിക്കുമെന്ന് പറഞ്ഞ് അംഗീകാരം ഈ രീതിയിലാക്കിയത് വളരെ ദുഃഖമുണ്ട്. കുഴപ്പമില്ല, പുള്ളിക്ക് നമ്മോട് ഭയങ്കര ബഹുമാനമാണ്. ഞാൻ പറഞ്ഞ ഇതൊക്കെ മതിയാക്കട, ഇതൊക്കെ അപകടം പിടിച്ച പരിപാടിയല്ലേ എന്ന് പറഞ്ഞപ്പോഴില്ല അളിയ, അതൊക്കെ എനിക്ക് ഇതില്ലാതെ പറ്റൂല അളിയ എന്നൊക്കെ പറഞ്ഞാണ് പോകുന്നത്. ഇന്ദുലേഖ രേണു വിവരങ്ങളുമായി. ഇന്ദു, എല്ലാവർക്കും പ്രിയപ്പെട്ട ആളായിരുന്നു രാജേഷ് എന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുമ്പോൾ അറിയാം. ഇത്രയും അപ്രതീക്ഷിതമായ ഒരു ദുരന്തം രാജേഷിനെ തേടി എത്തുമെന്നത് പോലും അവിശ്വസനീയമാണ്. പക്ഷേ ആ മൃതദേഹം എത്തുമ്പോൾ അത്യന്തം ദുഃഖകരമാണല്ലോ കാര്യങ്ങൾ. തിരുവനന്തപുരം വെള്ളായണി പെരിങ്ങമലയ്ക്കിപ്പുറത്ത് തെറ്റുവിളയിലേക്ക് വരുമ്പോൾ ഇവിടെ വലിയൊരു കനത്ത നിശബ്ദത ഈ ഒരു പരിസരത്തെ ആകെ മൂടിയിരിക്കുന്നെന്ന് പറയാം. കാരണം അത്രത്തോളം പ്രിയപ്പെട്ട ഒരാൾ, ഈ നാട്ടിലെ ഓരോ മനുഷ്യനും സുപരിചിതനായിട്ടുള്ള, അവർക്കൊക്കെ പ്രിയപ്പെട്ട, എന്നുമെന്നും അവരോട് സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യന്റെ വിയോഗം അവരെയൊക്കെ അത്രത്തോളം പിടച്ചുലച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ആ ഒരു കുടുംബം എന്ന് പറയുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരുന്നു. എന്ത് പ്രശ്നം വന്നാലും ഏതൊരു ദുരന്തമുഖത്തേക്കും ആദ്യം ഓടിയെത്താൻ വേണ്ടി കൂട്ടുകാരെയും വിളിച്ച് പുറപ്പെട്ടു പോകുന്ന ഒരു മനുഷ്യൻ, അയാളാണ് ഇന്നിവിടെ തിരികെ വന്ന് നിശബ്ദനായി ചലനമറ്റ് ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. ആ മനുഷ്യനെ കാണാൻ വേണ്ടി ഈ നാട് മുഴുവൻ ഇവിടേക്ക് ഓടിയെത്തുകയായിരുന്നു എന്ന് തന്നെ പറയാം. പ്രമുഖരായിട്ടുള്ള ആളുകളടക്കം മുൻ മന്ത്രി വി ശിവൻകുട്ടി, എം.വി. ജയരാജൻ, മന്ത്രി സണ്ണി ജോസഫ്, പി.സി. വിഷ്ണുനാഥ് അടക്കമുള്ളവർ മുൻപേ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇവിടേക്ക് എത്തും. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണുന്ന അത്രത്തോളം വേദനാജനകമായിട്ടുള്ള ഒരു കാഴ്ച ആ കുടുംബത്തിൻ്റെതാണ്. അത്രയും തകർന്ന അവസ്ഥയിൽ രണ്ട് കുഞ്ഞു മക്കളാണുള്ളത്, അഭിഷേകും ആർഷനും. അവരുടെ പോവല്ലേ അച്ചായ എന്നുള്ള ആ ഒരു നിലവിളിക്കുന്ന കരച്ചിൽ കേട്ട് നമുക്കൊന്നും ഇവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഭാര്യയുടേതായാലും പ്രായമായ വയ്യാത്ത അച്ഛനും അമ്മയുമാണുള്ളത്. അച്ഛനും അമ്മയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്, വൃദ്ധരായവരാണ്. അവരുടെ ഏക ഒരു അത്താണി അല്ലെങ്കിൽ അവരുടെ ഏക ഒരു ആശ്രയം എന്ന് പറയുന്നത് രാജേഷ് ആയിരുന്നു. കാരണം ഇളയ മകന്റെ വിയോഗം അല്പനാൾ മുമ്പായിരുന്നു. തീവണ്ടിയിൽ നിന്ന് വീണ് മരിച്ച ആ മകന്റെ വിയോഗത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ആഘാതത്തിൽ നിന്ന് ആ കുടുംബം പുറത്തേക്ക് വന്നിട്ടില്ലായിരുന്നു. അതിന് കുറച്ച് നാളുകൾക്കിപ്പുറം മൂത്ത മകനെ കൂടി വിധി അവരിൽ നിന്ന് അകറ്റി മാറ്റിയിരിക്കുകയാണ്. ഒരിക്കൽ അന്ന് തളർന്നു വീണതാണ്, ഈ വിവരം അറിഞ്ഞ് അന്ന് തളർന്നു വീണതാണ് രാജേഷിന്റെ അമ്മ. ഇപ്പോഴും തീരെ വയ്യാതെ തൊട്ടപ്പുറത്ത് മാറിയുള്ള കൊച്ചു വീട്ടിൽ ആ അമ്മയുണ്ട്. ഒരുപാട് പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു. ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരു വീട്, ഓർമ്മ വെച്ച കാലം മുതൽ കൂടെയുള്ള പ്രാരാബ്ധങ്ങളും കടങ്ങളും ഒക്കെ എങ്ങനെയും വീട്ടിൽ തീർത്ത് പണി തുടങ്ങി വെച്ച വീടിന്റെ പണി എങ്ങനെയും പൂർത്തിയാക്കി സ്വസ്ഥമായി ഒന്ന് ജീവിക്കണമെന്നതായിരുന്നു രാജേഷിന്റെ ഏറ്റവും വലിയ മോഹം. ആ മോഹമൊക്കെ ബാക്കി നിർത്തി. ഇപ്പോൾ സർക്കാർ വീട് പണി പൂർത്തിയാക്കി കടങ്ങളൊക്കെ വീട്ടിൽ കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും രാജേഷിന് അത് ചെയ്തു തീർക്കണമെന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആ മോഹങ്ങളെയൊക്കെ ബാക്കി നിർത്തി രാജേഷ് മടങ്ങുകയാണ്. ആ കുഞ്ഞു രണ്ട് കുട്ടികൾ ഇത്രയും നേരം ഇവിടേക്ക് രാജേഷിന്റെ മൃതദേഹം എത്തിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ഞാനടക്കമുള്ളവരുടെ അടുത്ത് വന്ന് ആ കുഞ്ഞു മോൻ ഇങ്ങനെ ചോദിക്കുകയായിരുന്നു, എൻ്റെ അച്ഛൻ വരാറായോ എന്ന്. ആ ചോദ്യം കേട്ട് നമുക്കൊന്നും എന്താണ് പറയുന്നത്, നമുക്കൊന്നും അങ്ങനെ കേട്ടു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടായിരുന്നു. ആ അമ്മയുടെ നിലവിളി, മുത്തശ്ശിയുടെ നിലവിളി, അച്ഛൻ്റെ നിലവിളി, അത്രത്തോളം വേദനാജനകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ ഈ ഒരു പ്രദേശം കടന്നു പോകുന്നത്. പറയാം, ചോദിക്കുന്ന ആർക്കും രാജേഷിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ ഒരു മനുഷ്യൻ. കാരണം എന്ത് പ്രശ്നം സമയത്തിനകം തന്നെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ മുഴുവൻ ബഹുമതികളും ഏറ്റുവാങ്ങിയാണ് രാജേഷ് പോകുന്നത്. പക്ഷേ അങ്ങനെ പോകേണ്ട ഒരാളല്ല. ഏത് ദുരന്ത മുഖത്തും ആദ്യം
പറന്നിറങ്ങുന്ന ആളുകളിൽ ഒരാളായിരുന്നു. അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഭാഗമായി പരിശീലകനായി പ്രവർത്തിക്കുന്ന ആളായിരുന്നു. ഇത്തരം രക്ഷാപ്രവർത്തനങ്ങളിൽ പരിശീലനം നൽകുന്ന ആളായിരുന്നു രാജേഷ്. മരണത്തിലേക്ക് പോയതാകട്ടെ തൻ്റെ ലൈഫ് ജാക്കറ്റ് ഊരി മറ്റൊരാളെ രക്ഷിക്കാനായി നൽകിയതിന് ശേഷമാണ് എന്നതാണ് അതിലേറെ ദുഃഖകരം. രാജേഷിന് സംസ്ഥാനം മുഴുവൻ ഏറെ ബഹുമാനത്തോടെ സംസ്ഥാനത്തിൻ്റെ മുഴുവൻ ബഹുമതികളും നൽകിയാണ് യാത്രയാക്കാൻ ഒരുങ്ങുന്നത്. ഇന്ദുവാണ് വിവരങ്ങൾ നൽകിയത് രാജേഷിൻ്റെ വീട്ടിൽ നിന്ന്.